സഖാവ് ഗൗരിയമ്മ എങ്ങനെയാണ് പുറത്തേക്ക് പോകുന്നത് വിശദീകരിക്കേണ്ട കാര്യം നമുക്ക് കേരളത്തിൽ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ആദ്യം ഗൗരിയമ്മയെ മുഖ്യമന്ത്രി ആക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് നേരിടുകയും തെരഞ്ഞെടുപ്പിൽ പിന്നെ പാർട്ടിക്ക് ജയം വന്നപ്പോൾ ഗൗരിയമ്മയെ മാറ്റി നിർത്തിക്കൊണ്ട് പെട്ടെന്ന് അപ്രത്യക്ഷമാ. അതുവരെയൊക്കെ പിന്നെ KR ഗൗരി പരിച്ചീടും KR ഗൗരി പരിച്ചീട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ മുദ്രാവാക്യത്തിലൊക്കെ വരുന്നത്. പക്ഷെ തെരഞ്ഞെടുപ്പ് വിജയിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഇ.കെ. നായനാർ മുഖ്യമന്ത്രിയായിട്ട് വരുന്നു എന്നുള്ളതാണ്. അത് വളരെ ദൗർഭാഗ്യകരമായിട്ട് ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിലെ ഒരു കാലത്തും ആയാത്ത ഒരു പാർട്ടിയുടെ ഒരിക്കലും മറക്കാൻ പോകില്ല. കാരണം മാത്രമല്ല കേരളത്തിലെ സ്ത്രീകൾ മറക്കാൻ പോകില്ല. കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചോളം ഒരിക്കലും ഒരു എന്താ പറയുക ഒരു സ്ത്രീ മുഖ്യമന്ത്രി ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട് സാധ്യത ഇല്ലാതേക്കുന്നത് മാത്രമല്ല, ഒരു പക്ഷേ കേരളത്തിലെ ഏറ്റവും നല്ല മുഖ്യമന്ത്രിയായിട്ട് മാറാൻ ശേഷിയുള്ള ഒരാളായിരുന്നു KR ഗൗരിയമ്മ.